നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ മുമ്പിലുള്ളത് മറ്റാരുമല്ല, മജീഷ്യൻ, ഇന്ദ്രജാലക്കാരൻ സാമ്രാജ്. സാമ്രാജിന്റെ സംഭാഷണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലവും നമുക്ക് ഈ എപ്പിസോഡിലും കാണാം. സാമ്രാജ്, വിദേശത്തൊക്കെ ഉള്ള ഈ മാജിക് ട്രൂപ്സിന്റെ കാര്യത്തിലുള്ള ഈ പ്രൊഫഷണലിസം ഇന്ത്യയിൽ ഇല്ലാതെ പോകുന്നുള്ളൊരു ആക്ഷേപമുണ്ട് പലപ്പോഴും. എന്താ കാരണം വെച്ചാൽ ആൾക്കാരുടെ ആ പറഞ്ഞ മനസ്സിലെത്തിയുള്ള ഏകാഗ്രതയോടുള്ള ഒരു മനവും ഒരു ശരീരവുമായിട്ടുള്ള ആ ട്രൂപ്പിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. അതിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മാജിക് എന്ന് പറഞ്ഞ എണ്ണയിട്ട യന്ത്രം പോലെ അവർ നിൽക്കും. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനത്തെയുള്ള ഡെഡിക്കേഷൻ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. വ്യക്തിഗതമായിട്ട് മാജിക് മാറിപ്പോകും. ഞാൻ എന്നെ സഹായികളായിട്ട് എടുക്കുന്ന പലരും ഒരു പക്ഷേ ജോലി ഇല്ലാത്ത ഒരാളെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അവരെ പിന്നെ ആർട്ടിസ്റ്റ് ആക്കി എടുക്കുന്നതാണ്. കാരണം അവർ പലർക്കും എന്ന് വെച്ചാൽ ഒരു 50% ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ കലയുമായിട്ട് വലിയ ബന്ധമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നുമില്ല. അവർക്ക് ജോലി അങ്ങ് ഡ്യൂട്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് കാരണം അവരിൽ നിന്ന് നമുക്ക് അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ വേറാസ് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു ടീമിൽ പങ്കെടുക്കാൻ വരുന്നവർ അവർ അതിനോട് ഡെഡിക്കേഷനുള്ള ആൾക്കാരായിരിക്കും. ആ കലയോട് താല്പര്യമുള്ളവർ മാത്രമായിരിക്കും. അതിനുവേണ്ടി ജീവിക്കുന്നവരായിരിക്കും വരുന്നത്. അതിൽ അല്ലാതെ ഇന്ന ആള് ചുമ്മാ ജോലിക്ക് വേണ്ടിയൊന്നും വരുന്നവരില്ല. അങ്ങനെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഇവിടെ ചെയ്യാൻ. വിദേശത്ത് അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട്, ഇന്ത്യയിൽ ആ പ്രവണത ഇല്ല. അതാണ് ഇല്ല. വരട്ടെ. ഞാൻ ജീവൻ, ഇളയ മകനാണ്. ഇത് എൻ്റെ വൈഫ് പിങ്കിയാണ് ഇന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. എനിക്ക് പപ്പയോട് ചോദിക്കാനുള്ളത്, പപ്പ വിദേശത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നാട്ടിലും. ഈ വിദേശത്തുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും മാജിക്കിനോടുള്ളൊരു ആസ്വാദന രീതികളുടെ വ്യത്യാസം എങ്ങനെയാണ്? സാമ്രാജ്, കല്യാണം കഴിച്ചൊരു മകനുണ്ടെന്നുള്ള കാര്യം ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ലോകത്തെ അറിയുന്നത്. വേറെ പല സർപ്രൈസും ഉണ്ടാകാൻ പോകുന്നുണ്ട്. മുത്തശ്ശനാകാൻ പോകണോ? ഞാൻ മുത്തശ്ശനായി. പക്ഷെ ആ നടക്കുമ്പോ ആ നാട്ടിയൊന്നും ഇല്ലല്ലോ. ആ അഹങ്കാരമൊന്നും ഇല്ല. അഹങ്കാരമല്ല. 6 മാസം പ്രായ ഒരു കൊച്ചു മോളുണ്ട് എനിക്ക്. മൂത്ത മകന്റെ മകളാണ്. എന്തായാലും സാമ്രാജ് ഈ ചെറുപ്പം ഇങ്ങനെ നിലനിർത്തുന്നതിൽ നമുക്കെല്ലാം ഒരസൂയുണ്ട്. നിങ്ങൾ മൂത്ത മകനെ പരാമർശിച്ചുകൊണ്ട് അവനെ വിട്ടുകളഞ്ഞെന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരുവാണ് ഒരു മാജിക്കിലൂടെ. ഹായ് പപ്പ, ഞാൻ ജോജി, സാമ്രാജിന്റെ മൂത്ത മകൻ. ഒപ്പം എൻ്റെ കൂടെ എൻ്റെ വൈഫ് ദിവ്യയും കുഞ്ഞു ജൂവലും കൂടെ ഉണ്ട്. ദിവ്യക്ക് എന്തോ ചോദിക്കാനായിട്ടുണ്ട്, പപ്പയുടെ ആയിട്ട് ചോദിക്കട്ടെ. ഹായ് പപ്പ. ഹായ് സർ. ഇന്ന് പപ്പയോട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മളെല്ലാവരും താമസിക്കുന്നത് മുള്ളിക്കുളങ്ങര എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. അതിൽ നിന്ന് വേറിട്ട ഒരു വ്യത്യസ്തമായ ഒരു സിറ്റിയിലേക്ക്, എറണാകുളം, ട്രിവാൻഡ്രം എന്ന സിറ്റിയിലേക്ക് മാജിക് കൊണ്ടുപോകൂടെ? അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടാ? സാമ്രാജിന്റെ വീട്ടില് പെൺകുട്ടികൾ മാത്രമേ ചോദ്യം ചോദിക്കുന്നില്ല. കണ്ടില്ലേ? അത് എന്റെയും കാര്യം അത് തന്നെ. ഞാൻ എൻ്റെ വൈഫിന് മാക്സിമം എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അവർക്ക് വേണമെന്ന് ചോദിക്കാം, പക്ഷേ ചോദിക്കുന്നില്ല. അതാണ് പലപ്പോഴും നമ്മൾ ഈ പഴയ ചരിത്രത്തിന്റെ ഏടുകൾ നോക്കിക്കഴിഞ്ഞാൽ വിസ്മയം സൃഷ്ടിക്കുന്നവർക്ക് ആരാധകരുടെ എണ്ണം ഭയങ്കരമാണ്. എപ്പോഴും തീർത്തും വിസ്മയം. അതിപ്പം വെള്ളിത്തിരയിലാണെങ്കിലും വേണ്ടില്ല, കളിക്കളത്തിലാണെങ്കിലും വേണ്ടില്ല, എവിടെയാണെങ്കിലും വേണ്ടില്ല, വിസ്മയമാണ് ഒരുപക്ഷെ ആൾക്കാരെ ആകർഷിക്കുന്നത്. നിങ്ങൾ ഇന്ദ്രജാലക്കാരനാണ്, വിസ്മയം സൃഷ്ടിക്കുന്നവരാണ്. ഈ വിസ്മയം ഒരുപാട് ആരാധകരെ താങ്കൾക്ക് നേടിത്തരും. ഇത് ധാരാളം ഉണ്ട്. എവിടെ പോയാലും എന്നെ തിരിച്ചറിയുന്നുണ്ട്, ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞിട്ട് ഈ ആരാധന പലപ്പോഴും നിങ്ങളോടുള്ള ഭ്രമമായി മാറും. അല്പസ്വല്പം എല്ലാം. ഈ ഭ്രമം ചിലപ്പോൾ വലിയ പ്രണയമായി മാറും. അയ്യോ, അങ്ങനെന്തോ. പ്രണയം നല്ലതാണ്. ഈ സാമ്രാജ്യം പോകണ്ട, ആകെ മാറി. ഞാനറിയാത്തൊരു പ്രണയം എന്താ പറഞ്ഞിട്ട് ഇതിലുണ്ടോ അങ്ങനെ? അയ്യോ, എനിക്കറിയില്ല. മക്കൾ 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, വിദേശത്തെ ആസ്വാദന രീതിയും ഇന്ത്യയിലെ ആസ്വാദന രീതിയും. അതാണ് ഇളയ മരുമകൾ ആവശ്യപ്പെട്ടത്. കേരളത്തിലാണെങ്കിൽ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുത്തിട്ട് കൊള്ളാം, മാറ്റി ചിലര് ഇതൊക്കെ എത്ര കണ്ടതാ ആ ഒരു രീതിയിലാണ്. അതേ സമയത്ത് ഇപ്പം ഞങ്ങള് യൂറോപ്പിലെന്ന് വെച്ചാൽ UK ഞാനൊരു 1.5 മാസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 20ഓളം പ്രോഗ്രാം ചെയ്തു. അവിടെ ഞാൻ കണ്ട ഒരു രീതി എന്ത് രസം. അവിടെ ചെറിയൊരു പ്രോഗ്രാമാണെങ്കിൽ തന്നെ അവർ എഴുന്നേറ്റ് കൈയടിക്കാനെ പ്രോത്സാഹിപ്പിക്കും. ഒരു കൊച്ചുകുട്ടി എന്ത് ചെയ്യാനാണ്? ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഒരു കൊച്ചുകുട്ടിയുടെ മാജിക് അവിടെ നടന്നു.
ഓ ഇവരങ്ങ് ഭയങ്കര അതിൽ കൂടുതൽ അവർ എക്സ്പ്രസ് ചെയ്യും. ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്ന മലയാളിക്ക് ഒരു മസല എടുത്തുകൊണ്ട് രണ്ട് ഒന്നിനെ അംഗീകരിക്കാനുള്ള ഒരു താല്പര്യമില്ല അല്ലേ, ഞാൻ ഒരു വൈമുഖ്യം, അതിലെ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അതാണ്. ഈ വിസ്മയ പ്രക്രിയയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിധേയരാകാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളായിരിക്കും അല്ലേ? അങ്ങനല്ല, അല്ല, വലിയൊരു ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആബാലവൃദ്ധ ജനങ്ങളെ ഒരുപോലെ ഇഷ്ടപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നൊരു കലാരൂപമാണ് മാജിക്. എല്ലാവരും പറയും പിള്ളേരുടെ പ്രോഗ്രാം അല്ലേ, ഇതിലെന്തോ കാണാനെന്നൊക്കെ പറയും. പക്ഷെ വന്നിരിക്കുന്ന കൂടുതലും സാമ്രാജ്യം ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യ ഈ സ്ട്രീറ്റ് പിന്നെ മാജിക്കിന്റെ ഒരു വലിയ ഒരു വിളനിലമാണ്. ഈ പറഞ്ഞ റോപ്പ് ട്രിക്കുകളൊക്കെ ഒരുപാട്. അതൊക്കെ ഒരുപക്ഷെ പഴയകാലത്തെ ഈ പറഞ്ഞ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ പലപ്പോഴും നാടോടികളുടെ ഭാവത്തിൽ മജീഷ്യൻസ് ആയിട്ട് പിന്നീട് രൂപാന്തരം പ്രാപിച്ചു. അവരുടെ എന്താ പറയുക, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വേണം ഒരു സ്ഥലത്ത് മാജിക് കാണിച്ച് വേറെ സ്ഥലത്തേക്ക് മാജിക് കാണിച്ച് പോയിരുന്നു. അങ്ങനെ വലിയൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ആ ഒരു പാരമ്പര്യത്തെ പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ എപ്പോഴോ നമുക്ക് കഴിയാതെ. അതിൻ്റെ അല്ല, അന്ന് ചെയ്ത ആ മിസ്റ്ററി ഇന്നത്തെ ആ കാലാനുസൃതമായ മാറ്റങ്ങൾ, നമ്മുടെ TV മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അതിന് പ്രസക്തി കുറയുന്നു. അതൊന്ന് കാണാൻ ആൾക്കാരില്ല. ഇപ്പം തന്നെ ചുറ്റും നമ്മുടെ അടുത്ത ജംഗ്ഷനിൽ മാജിക് ഷോ ഉള്ളത് അല്ല എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പാമ്പാട്ടികൾ വരുന്നു, ആരും പോകത്തില്ല. കാരണം TV-യിലെല്ലാം ഉണ്ട്. അതാണ് അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്റർടൈൻമെന്റ് തലങ്ങൾ മാറി. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും പണ്ടത്തെ നമ്മുടെ മാജിക്കുകൾ, അതായത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ റോപ്പ് ട്രിക്ക് അല്ലെന്നിട്ട് മാംഗോ ട്രിപ്പ് ഇങ്ങനെയുള്ള ഇപ്പോഴും ആ മിസ്റ്ററി, അത് മിസ്റ്ററി തന്നെയാണ്. അത് ചെയ്തിരുന്നല്ലോ പണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ ചെയ്തിട്ടുണ്ട്. കാണിച്ചാലും നമ്മൾ ചൂട് മാറ്റി പിടിച്ചിരുന്നതല്ല. എറണാകുളത്ത് തന്നെ ചെയ്തൊരു ഹൊറ കൊണ്ട് മാറ്റി. ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ. താങ്കൾക്ക് ഇതും വഴങ്ങുമെന്ന ആൾക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാം പരീക്ഷിക്കുമല്ലോ, നമുക്ക് പറ്റാവുന്ന എല്ലാം ചെയ്യും. ഈ സ്റ്റേജിൽ കോമഡി മാജിക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. മാജിക് ഒരു ഷോ ആയിട്ട് മാറണം എന്നല്ലേ അന്നേരെ പ്രേക്ഷകരെ കിട്ടുള്ളൂ. ഒരുപക്ഷെ ടെലിവിഷന്റെയും ഈ പറഞ്ഞ സിനിമയുടെയും കാലഘട്ടത്തിൽ, അതായത് ടെലിവിഷനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്നും ആൾക്കാരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നമ്മുടെ കലാരൂപത്തിന് ഉണ്ടാവണം. പലരും പറയുന്ന നാടകം നശിച്ചു, അല്ലെങ്കിൽ മിമിക്രി നശിച്ചു, അല്ലെങ്കിൽ അത് ആളിനെ കിട്ടുന്നില്ല. പക്ഷേ അതിന് സിനിമകളും നശിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അല്ല, ചില നല്ല സിനിമ നല്ല ജനങ്ങളെ ആകർഷിക്കുന്ന സിനിമ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് ഹൗസ്ഫുൾ ആകുന്നതും. സാമ്രാജിന്റെ രണ്ടാമത്തെ മരുമകൾ ചോദിച്ചൊരു ചോദ്യം, താങ്കൾ ഇപ്പോഴൊരു ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടൊരു വൻ നഗരത്തിന്റെ ഒരു സൗഭാഗ്യത്തിലേക്ക് ചേക്കേറിക്കൂടാ? കൂടുതൽ അവസരങ്ങളും സൗകര്യങ്ങളും മൂവ്മെന്റും മൊബിലിറ്റിയും എല്ലാം അവിടെയല്ലേ കിട്ടുന്നത്? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് റൈറ്റ് ഫ്രം ബിഗിനിങ് പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പോണം. മരുമക്കൾ എന്താ അഭിപ്രായം പറയുന്നത്? മരുമക്കളല്ല, എല്ലാവരും പറയുന്നുണ്ട്, എൻ്റെ നല്ല വെൽവിഷേഴ്സ് പലരും പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് വേണ്ട. എനിക്ക് എൻ്റെ സ്വന്തം നാട് മാവേലിക്കര അല്ലെ മുള്ളിക്കുളങ്ങര, എനിക്കത് മതി. ഓക്കെ, കുടുംബമായിട്ട് മരുമക്കളും പറയുന്നു ഒന്നും നമുക്ക് എറണാകുളത്തേക്ക് പോകാം, ചെന്നൈയിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഇളയ മരുമോള് ഇച്ചിരി മോഡേൺ സ്റ്റൈലാണ്. ഭാഗ്യക്ക് വെളിയിലൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ടായിരിക്കാം, അതുകൊണ്ടാവാം. പക്ഷെ അല്ലാതെ ഞങ്ങൾക്കെല്ലാം കുടുംബപരമായിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ആകുന്നത്. കാരണം അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ. ഇളയ മരുമോളിൽ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല തൽക്കാലം, ഇപ്പോഴത്തെ രീതിയിലില്ല. തൽക്കാലം ഈ രീതിക്ക് പോകാൻ നടക്കില്ല. പോയാൽ ഇതിൽ കൂടുതൽ എനിക്ക് വളരാൻ സാധിക്കും. അതൊരു ഇതാണ്, ഒരു സത്യമാണത്. താങ്കളുടെ സമാധാനം ഗ്രാമത്തിലാണ്. യെസ്, തീർച്ചയായിട്ടും. പല കാര്യങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും. ഞാനെന്ത് തീരുമാനം എടുക്കുന്നോ ഭാര്യ തന്നെയാണ് തീരുമാനം. ആരാ താങ്കളെ ആകർഷിച്ചത് ഈ മാജിക് ലോകത്തേക്ക്? എൻ്റെ സ്കൂളിൽ തന്നെ ഒരു സ്ട്രീറ്റ് മജീഷ്യൻ രാഘവൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പ്രോഗ്രാം അവതരിപ്പിക്കും സ്കൂളിൽ.
അപ്പം അദ്ദേഹം സൈക്കിളിൽ വന്നിട്ട് ഈ പ്രോഗ്രാമൊക്കെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കര കൈയടിച്ച് അതിലെനിക്ക് വിസ്മയം ഉണ്ടായി. എനിക്ക് മജീഷ്യനാവണം. വീട്ടിൽ ചെന്ന് എൻ്റെ പേരൻസിനോട് പറഞ്ഞു, എനിക്ക് മജീഷ്യനായാൽ മതി, പഠിക്കുകയൊന്നും വേണ്ട, ഒന്ന് വായിച്ചു പഠിയിടാ എന്ന് പറഞ്ഞു. അന്ന് കാരണം അവരെ കുറ്റം പറയുന്നില്ല എൻ്റെ പേരൻസിനെ, കാരണം അവർ ചിന്തിക്കുന്നത് മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റിലൊക്കെ ഇരുന്ന് ഈ മാജിക് കാണിക്കുക. മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളൊന്നും വെച്ചു വെറുപ്പിക്കാറില്ല. അതെ, സത്യമോ അല്ലേ? അത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, റോഡിലൊക്കെ ഇരുന്ന് ഈ മാജിക്. അത് അന്നത്തെ അവരിത് അതൊക്കെ കണ്ടിട്ടുള്ളൂ, അതാണ്. പക്ഷേ ആ ആഗ്രഹം അതോടുകൂടി എനിക്കില്ലാതായി, തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഗൾഫിലെത്തിയതിനു ശേഷമാണ് ഞാൻ വേറൊരു പ്രൊഫസർ കുട്ടി എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന് ബാലപാഠങ്ങളൊക്കെ അത് ജസ്റ്റ് ചില ഐറ്റംസ് കാണിച്ചു തന്നു, അതേ ഉള്ളൂ. അപ്പം അവിടെ നിന്നാണ് എൻ്റെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ തുടങ്ങി. പിന്നെ എന്നെ ലോകപ്രശസ്തരായ പോൾ ഡാനിയൽ, ഫിൻ ജോൺസ് എന്ന് പറഞ്ഞ ഒത്തിരി മജീഷ്യൻസ്, ഞാൻ ദുബൈയിലായിരുന്ന കാരണം ദുബൈയിലൊക്കെ വന്ന് ഇവരെല്ലാം വരുമായിരുന്നു. അവരെല്ലാം ഞാൻ കാണുകയും അവരെന്നെ വേണ്ട ഗൈഡൻസ് തരികയൊക്കെ ചെയ്ത് അങ്ങനെ ഈ ലെവലെത്തി. സാമ്രാജ്യ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് വിധേയമാകേണ്ട ഒരു മേഖലയാണ് മാജിക്. തീർച്ചയായിട്ടും. നിങ്ങൾ പുതിയ മാജിക് പഠിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോകുമോ? മാജിക് പഠിക്കാൻ വേണ്ടി ഞാനൊന്നും പോയിട്ടില്ല, അല്ല പ്രോഗ്രാമിനായിട്ട് പോയിട്ടുള്ളൂ. അല്ല, ഇത് ഒരു പുതിയൊരു നമ്പർ പഠിച്ചെടുക്കണം. അപ്പോൾ അതെന്താ നിങ്ങൾ ഇൻ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണോ? അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം. കോപ്പിയടി ഉണ്ടോ? കോപ്പിയടി പലരും ചെയ്യുന്നതൊക്കെ സാമ്യങ്ങളൊക്കെ കാണും, തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. എന്ന് പറയും അത് അതുപോലെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു സാധനം കണ്ടു കഴിയുമ്പോൾ അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് കോപ്പി അടിക്കും. വ്യത്യസ്തങ്ങൾ അല്ലെ ശൈലിയൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ചില ആൾക്കാർ ഈ സിനിമയുടെ തിരക്കഥ അടിച്ചു മാറിയിട്ട് അതിന് താഴെ ഇൻസ്പിറേഷൻ ബൈ എന്ന് എഴുതുന്ന പോലെ അല്ലേ? അങ്ങനെയില്ല. പക്ഷെ പല ഐറ്റംസ് ഞാൻ ചില ഐറ്റംസ് ഒക്കെ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് യൂറോപ്യൻ മജീഷ്യൻസ് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പാറ്റന്റ് ഒന്നും ഇല്ലല്ലോ? ഉണ്ട്. അതിനെപ്പറ്റി പല, അതുകൊണ്ടാണ് താങ്കൾ കുറച്ച് മാറ്റം വരുത്തുന്നത്. ചില ഐറ്റംസിനൊക്കെ എല്ലാത്തിനും ഇല്ല. കിട്ടി അല്ല, ഞാൻ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നേ പറയുന്നില്ല. എനിക്ക് എറണാകുളത്ത് ഒരു വലിയ ഒരു മാജിക് ഒരു തിയേറ്റർ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു. കാരണം ഞാൻ അമേരിക്കയിൽ ലാസ് വേഗസിൽ പോയി ഞാൻ സ്ഥിരമായിട്ട് പ്രോഗ്രാം കാണാറുണ്ട്. ഒരു 5 പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. വലിയ വലിയ മജീഷ്യൻസ്, ഡേവിഡ് കോപ്പർഫീൽഡ്, പല ആൾക്കാരുടെയും പ്രോഗ്രാം കാണുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പം കണ്ടിറങ്ങുമ്പോൾ പറയും എനിക്ക് നാട്ടിൽ പോയി തുടങ്ങണം. അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ കിട്ടാൻ എത്രമാത്രം ബുദ്ധിമുട്ട്. മാത്രമല്ല, അഥവാ ഇതെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ ഇതെല്ലാം സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാൽ ഇതിന് റിട്ടേൺ തിരിച്ചു വേണ്ട എന്തെങ്കിലും. ഇതാര് കാണും? എറണാകുളത്ത് ഒരു പ്രോഗ്രാം ചെയ്ത് 5 ദിവസം കാണും, ബാക്കി ആരും കാണും. ഇത് ആൾക്കാരില്ലല്ലോ കാണാൻ. ഇത് അമേരിക്ക അല്ല, ലാസ് വേഗസ് അവിടെ 24 hours ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ എന്നും ഹൗസ്ഫുള്ളാണ്. പെട്ടെന്നൊരു മാജിക് കാണിക്കണം സാമ്രാജ്യം എന്താ കാണിക്കുക? പെട്ടെന്ന് കാണിക്കും. പക്ഷേ ഞാൻ പറയില്ലേ, എൻ്റെ ചെറിയ ഐറ്റംസ് അല്ല, അല്പം വലുതാണല്ലേ. ചെറിയ ഐറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ ഓ ഇതാണ് എന്നൊക്കെ ജോൺ ബ്രാസിന് തോന്നുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സംഭവമാണ് അല്ലേ? താങ്കളുടെ രൂപം പോലെ തന്നെയുള്ള ഒരു റിസ്കി ഇനം ഞാൻ അവതരിപ്പിക്കാം. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇന്ന് ലോകം കണ്ടിട്ടുള്ള മാന്ത്രികരിൽ പ്രഗത്ഭനായിരുന്നു മാർക്ക് ആന്റണി, നോർവേ സ്വദേശി. രക്ഷപ്പെടൽ വിദ്യകളിൽ അദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു. ദി ഗ്രേറ്റ് ബോംബ് ബ്ലാസ്റ്റ് എസ്കേപ്പ് ആക്ട് എന്ന മനോഹരമായ ഇനം, അതായത് ഭീതി ജനിപ്പിക്കുന്ന ഇനം അദ്ദേഹം അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടു. 20 വർഷത്തിന് ശേഷം ഇന്ന് വരെ ഒരു മാന്ത്രികനും ആരും ഈ ഒരു ആക്ട് അതായത് അതേ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നീണ്ട നാളത്തെ പരിശ്രമത്തിന് ശേഷം, ഗവേഷണത്തിന് ശേഷം ഞാൻ JB ജംഗ്ഷനിൽ ഈ ഐറ്റം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് വാച്ച്. അതിന് മിസ്റ്റർ ജോൺ ബ്രിട്ടാസിൻ്റെ സഹായം ഞാൻ ക്ഷണിക്കുകയാണ്. ഇരുന്നാട്ട് ഇല്ലില്ല, നോക്കുക. ഇത് വളരെ അപകടം നിറഞ്ഞൊരു ജാലവിദ്യയാണ്. നിങ്ങൾ കാണാൻ സാധിക്കുന്നു 3 ബോംബുകൾ. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഒരു ബോംബ് മാത്രമേ റിയലായിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം മറ്റ് 2 ബോംബുകൾ ഫേക്കാണ്. ഇതിനെ ആദ്യമായി ഞങ്ങൾ ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. കാഴ്ചയിൽ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും അല്ലേ? ഏതാണ് റിയൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഇത് സഹായി ഇതിനെ ഇടതു വലത്തോട്ടും വലത്തെ ഇടത്തോട്ടും മാറ്റിമറിക്കുക. കമോൺ, സ്റ്റാർട്ട്.
ഇടത് വലത്തോട്ട്, വലതിടത്തോട്ട്. എപ്പോൾ വേണമെങ്കിലും മിസ്റ്റർ ജോൺ ബുട്ടാസിന് സ്റ്റോപ്പ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യും. എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയാം. സ്റ്റോപ്പ്. ഇനിയുമാണ് മാജിക് സംഭവിക്കുന്നത്. നോക്കുക, ഇപ്പോൾ ഇനിയും ജോൺ ബുട്ടാസ് പറയേണ്ടത് ഏത് ബോംബ് എടുക്കണമെന്നുള്ളതാണ്. റൈറ്റിലെ വേണോ, ലെഫ്റ്റിലെ വേണോ, അതോ മിഡിലെ വേണോ? ഇത് പൊട്ടിയാലൊക്കെ ഞാനും കൂടി പോവില്ലേ? എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, ഇതിലേത് സെലക്ട് ചെയ്യണം? റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് എടുക്കാം. റൈറ്റ് സൈഡ് ഇതന്നല്ലേ? ഇത് റിയൽ ആകുമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ. പക്ഷേ ഓർക്കുക, അപകടം നിരന്നൊരു ജാലവിദ്യയാണിത്. എനിക്കറിയില്ല ഇതെന്താണെന്നുള്ളത്. നോക്കുക, ജോൺ ബുട്ടാസ്, താങ്കൾ ചെയ്യേണ്ടത്, അതിന് മുമ്പ് ഞാൻ ഒരു ഗ്ലാസ് വെക്കുകയാണ്. സേഫ്റ്റി മെഷർ. റൈറ്റ്. കന്നഡ വെച്ച നന്നായി. യെസ്. ഇനി വേണം മാജിക് സംഭവിക്കുന്നത്. ഞാനിതിങ്ങനെ കടിച്ചു പിടിക്കും. താങ്കൾ ഇത് സിഗരറ്റ് ലൈറ്റർ കൊണ്ട് ഈ ബോംബിന് ഈ തിരികെ തീ കൊടുക്കുക. എന്ത് സംഭവിക്കുന്നു നോക്കാം. എൻ്റെ കാൽക്കുലേഷൻ പിഴയ്ക്കുകയാണെങ്കിൽ ഈ ബോംബ് എൻ്റെ വായിൽ വെച്ച് പൊട്ടിക്കുമ്പോൾ എൻ്റെ തല ഛിന്ന പോകാൻ സാധ്യതയുണ്ട്. അതിന് ഉത്തരവാദി മിസ്റ്റർ ജോൺ ബുട്ടാസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹമാണ് ഇത് തീ എത്തിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഭയമുണ്ടോ? ഭയമുണ്ട്. എന്നാലും ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് താങ്കൾ ഇപ്പൊ പ്രേക്ഷകരോട് പറയണം. ഓക്കെ, എന്നാലും ഒരു പ്രാർത്ഥനയോട് നമ്മൾ ആരംഭിക്കാം. Okay. ഏവരുടെയും പ്രാർത്ഥനയെ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കട്ടെ. ഞാൻ ഇത് കടിച്ചു പിടിക്കാൻ പോവുകയായിരുന്നു. മിസ്റ്റർ ജോൺ ബുട്ടാസ് ഇത് കത്തിക്കുന്നു. ഇത് ഫേക്കാണ്. ഒന്നും സംഭവിച്ചില്ല. ദി നെക്സ്റ്റ് വൺ പ്ലീസ്. ഫാസ്റ്റ് ആയിട്ട്. യെസ്, എപ്പോൾ വേണമെങ്കിലും മിസ്റ്റർ ജോൺ ബുട്ടാസിന് സ്റ്റോപ്പ് എന്ന് പറയാം. സ്റ്റോപ്പ്. റൈറ്റ് എടുക്കുക. ദി റിയൽ ബോംബ് അതായിരുന്നു. രക്ഷപ്പെട്ടു. ഓക്കെ, ദാറ്റ് ഈസ്. താങ്ക് യു വെരി മച്ച്. മാജിക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചു വെച്ചൊരു കളിയാണത്. ഇന്ദ്രജാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള പ്രേക്ഷകരുടെ മനസ്സിനെയാണ്, മനസ്സിന്റെ വീക്ക്നെസ്സിനെ എന്ന് പറയാം. അവരുടെ ദൗർബല്യങ്ങളെയാണ്. അതൊരു നിമിഷ നേരത്തേക്ക് നമ്മൾ മാറ്റിമറിക്കുക. അല്ലാതെ നമ്മൾ ആരെയും ശരിക്കും കളിപ്പിക്കുന്നില്ല. മാജിക്കിനെ പറ്റി ചിലർ പറയും, മാജിക് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ തട്ടിപ്പും വെട്ടിപ്പും കാണാനാണ് 10,000-20,000 രൂപ മുടക്കി ഏറ്റവും ഫ്രണ്ട് റോയിൽ വന്നിരിക്കേണ്ട കാര്യം എന്താണ്? എല്ലാം ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദാറ്റ് മീൻസ് അത് ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും അല്ല. പക്ഷെ അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള പല അത്ഭുതങ്ങളും സ്റ്റേജിൽ സംഭവിക്കുന്നു. അവിടാണ് മാജിക്കിന്റെ വിജയം. അപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നവന് നല്ല മനസ്ഥൈര്യം ഉണ്ടെങ്കിൽ മാജിക് വിജയിക്കില്ലേ? അവിടെ അങ്ങനല്ല. ഒരു വീക്ക്നെസ്സും ഇല്ലാത്തൊരുത്തരാന്ന് വിചാരിച്ചു, നല്ല ഉറച്ച മനസ്സായിട്ട് നിൽക്കുക. അങ്ങനല്ല, പല രീതിയിലുള്ള മാജിക്കുകളുണ്ടല്ലോ. ഏതെങ്കിലും എവിടെയെങ്കിലും കയറി പിടിക്കും, എവിടെയെങ്കിലും നമ്മൾ പിടിച്ചിരിക്കും. ഒന്നും വേണ്ട. ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പീഡുണ്ട്, അത് വേറെ. പക്ഷെ സയൻസിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് എന്നെ ഈ സയൻസ് പഠിപ്പിച്ചിട്ടുള്ള അല്ലെ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകര് മുന്നിലിരിക്കുമ്പോൾ നമ്മൾ ഈ ഐറ്റം അവതരിപ്പിക്കും. അവർക്ക് മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? മീൻസ് ആ തത്വം, ആ പഠിപ്പിച്ച ആ പ്രിൻസിപ്പിൾ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ സ്റ്റേജിൽ. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല മാജിക്കിന് എങ്ങനെ ഉപയോഗിക്കുന്നു. അതിലിച്ചിരി തന്ത്രങ്ങളൊക്കെ വേണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മൈൻഡ് റീഡിങ് നടത്താറുണ്ട് സ്റ്റേജിൽ. അത് എൻ്റെ സ്ഥിരം ഒരു ഐറ്റമാണ്. അത് മിക്കവാറും എല്ലാ ഇല്യൂഷൻ ഷോയിലും എല്ലാവരും കാണിക്കുന്ന ഒരു ഐറ്റം. മനസ്സ് വായിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് ആരംഭിക്കാം. എന്താ? നോക്കട്ടെ. റെഡി? റൈറ്റ്. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ജോൺ ബുട്ടാസിന്റെ മുമ്പിൽ വെച്ച് ഈ ഒരു ഐറ്റം, ഒരു മൈൻഡ് റീഡിങ് അവതരിപ്പിക്കാൻ പോവുകയാണ്. മൈൻഡ് റീഡിങ്. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നോക്കുക, എൻ്റെ കയ്യിൽ ഒരു കാർഡുണ്ട്. ഇതിൽ ഒരു ബോർഡുണ്ട്. ഇതിൽ 4 നമ്പറുകൾ 1, 2, 3, 4.
ഇത് 4 നമ്പറുകൾ ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ കാർഡിനുള്ളിലും ഓരോ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പടങ്ങളുണ്ട്. നോക്കുക. ഒന്ന് വി എസ് അച്യുതാനന്ദൻ, മറ്റൊന്ന് പി സി ജോർജ്, അടുത്തത് ശ്രീ ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്റർ, മറ്റൊന്ന് ശ്രീ ഒ രാജഗോപാൽ അല്ലേ. അപ്പോൾ ഈ 4 വ്യക്തിത്വങ്ങളുടെ ഫോട്ടോകൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയും മിസ്റ്റർ ജോൺ ബുട്ടാസ് ചെയ്യേണ്ടത് ഇതൊന്ന് ഷഫിൾ ചെയ്യുക. നോക്കാതെ ഷഫിൾ ചെയ്യുക. ഓൾറൈറ്റ്, കണ്ണടച്ചുകൊണ്ട് ഷഫിൾ ചെയ്യുക ആണല്ലോ. എന്നിട്ട് അതിന്റെ ഈ ഭാഗത്ത് തന്നെ വെച്ചോളൂ, സ്വന്തമായിട്ട് വെച്ചോളൂ, നോക്കാതെ വെക്കണം. റൈറ്റ്, വെച്ചോളൂ. ഇങ്ങനെ വെച്ചോളൂ. വെച്ചോളൂ, ആ കാർഡിനുള്ളിലേക്ക് വെച്ചോളൂ. അടുത്തത് റൈറ്റ് 3 4. ഓൾറൈറ്റ്. അപ്പോൾ 1 2 3 4 ഇതിന്റെ ബാക്കിലെല്ലാം ഇതുണ്ട്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സിൽ, ജോൺ ബുട്ടാസിന്റെ മനസ്സിൽ എന്ത് എന്നുള്ളത് ഞങ്ങൾ മാന്ത്രികർക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. ഇതിൽ ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള രൂപം, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള രാഷ്ട്രീയ നേതാവിന്റെ രൂപം ഇവിടെ അതിനുവേണ്ടി ഒരു ഫോട്ടോ ഫ്രെയിം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. നോക്കുക. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നോക്കുക. അത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇഷ്ടപ്പെട്ടൊരു നമ്പറിൽ ഒരു ഫോട്ടോ നോക്കാതെ അങ്ങ് എടുത്തുകൊള്ളുക. നോക്കാതെ ഇഷ്ടപ്പെട്ടതായിരിക്കും. 1 2 2 3 ഓക്കെ. നോക്കണ്ട, ചെസ്റ്റോട് ചേർത്ത് പിടിക്കുക. ഇനിയും ആണ് മാജിക് സംഭവിക്കുന്നത്. ബുട്ടാസിന്റെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഇതിലേക്ക് വരാൻ പോവാണ്. ഓക്കെ, ഈ ഫ്രെയിമിലേക്ക് ഞാൻ ആവാഹിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി, എല്ലാ ദുഷ്ടവിചാരങ്ങളും മനസ്സിൽ നിന്ന് മാറ്റി എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക. യെസ് യെസ്. ഓം ക്രീം. റെഡി, 1 2 and 3. മാജിക് സംഭവിച്ചു കഴിഞ്ഞു. ഓൾറൈറ്റ്, ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ രൂപം, അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ്, അതായത് നേതാവ് ആരാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹം പാർട്ടി ചേരാൻ പോകുന്ന ഇതെന്താണിത്? പി സി ജോർജ്. അയ്യോ, സത്യം, ഞങ്ങളൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ആ മനസ്സിൽ. സത്യം പറഞ്ഞാൽ പി സി ജോർജ് കണ്ടാലും ഞെട്ടിപ്പോവും. ആണ്, തീർച്ചയായിട്ടും. ഇങ്ങനെ അദ്ദേഹം ഞെട്ടുകയല്ല, അദ്ദേഹം സന്തോഷിക്കും. കാരണം എനിക്കൊരു ഇങ്ങനൊരു ആരാധകനുണ്ടല്ലോ എന്നോർത്ത്. ഏതായാലും സന്തോഷം, വളരെ സന്തോഷം. അതുകൊണ്ട് ഓർക്കുക, ഞങ്ങൾ മാന്ത്രികർ കൊച്ചാൾക്കാരൊന്നുമല്ല. സാമ്രാജ്, ഈ മാജിക് എന്നുള്ളത് ഇന്ന് ആൾക്കാർ അവതരിപ്പിക്കുന്ന രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഹോൾസം എന്റർടൈൻമെന്റ് ആണ്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരു സമ്പൂർണ്ണ വിനോദ പരിപാടി അല്ല വിസ്മയ പരിപാടി കാണാൻ വരുന്ന പ്രേക്ഷകരാണുള്ളത്. 1 നമ്പറോ 2 നമ്പറോ അല്ല, എല്ലാവിധ ചേരുവകളെയും കൂടി വെറൈറ്റി എന്റർടൈൻമെന്റ് ആണ് എല്ലാം അതിനകത്തുള്ള. ഡാൻസ്, പാട്ട്, അതാണ് മാജിക്കിന്റെ പ്രത്യേകത. പണ്ടത്തെ മാജിക് പോലെ അല്ല ഇപ്പം, കാലം മാറി. അതനുസരിച്ച് എല്ലാം നമ്മൾ മാറ്റിമറിച്ചു. ഒരു പ്രേക്ഷകർ വന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഡാൻസ് ആണ് ഇഷ്ടപ്പെടുമെങ്കിൽ ഡാൻസ് കാണും, പാട്ടാണെങ്കിൽ പാട്ട്. മ്യൂസിക്കിന്റെ വളരെ പ്രാധാന്യമുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമിന്. ഒരാളത് എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്, നോക്കാം നമുക്ക്. സാമ്രാജ്യമായിട്ട് കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടിലേറെയായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ട്. പല വേദികളിലും ഞങ്ങൾ ഒന്നിച്ച് പെർഫോം ചെയ്തിട്ടുമുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്ന ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് അങ്ങനെ വരാറുണ്ട് മാജിക്കുകൾ. പെട്ടെന്ന് റോഡിലേക്കൊക്കെ വന്നിട്ട് ഒരു മറയുമില്ലാതെ മറഞ്ഞു പോവുക, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ കയ്യിൽ കൊള്ളാത്ത സാധനങ്ങൾ പോലും പെട്ടെന്ന് റോഡിലൊക്കെ അവതരിപ്പിക്കുന്ന നമ്മളിപ്പോൾ മീഡിയയിൽ നോക്കുമ്പോൾ കാണാനുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഏറ്റവും നൂതനമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് താങ്കളിപ്പോൾ ശ്രമിക്കുന്നുണ്ടോ? അപ്പോൾ സംഗീതമായിട്ട് ബന്ധപ്പെടുത്തി മാജിക്കിനെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനായിട്ട് ഇനിയും ശ്രമമുണ്ടോ? മാർക്കോസ്, താങ്കളുടെ ആരാധനാണോ? താങ്കളുടെ മാജിക്കിന്റെ ഒരു ഗുണഭോക്താവാണ്. യെസ്.
നല്ല ഒരു ഗായകനല്ലേ. അദ്ദേഹം പറഞ്ഞ പോലെ മ്യൂസിക് ഒത്തിരി ഒത്തിരി സാധ്യതകളുണ്ട്. അത് വെച്ചാണ് ഇന്നിപ്പം എൻ്റെ പ്രോഗ്രാം കണ്ടിരുന്ന പലരും പറയാറുണ്ട് മ്യൂസിക് അടിപൊളിയാണ്, കൊള്ളാം. അതിന് കാരണം ഞാൻ ശരിക്കും പണ്ടൊരു മ്യൂസീഷ്യനായിരുന്നു. താങ്കൾ പാട്ട് പാടുമല്ലേ? ഞാൻ പണ്ട് പാട്ട് പാടുന്നു, ഇപ്പോൾ അത് പറ്റില്ല. എനിക്കറിയാം അടുത്ത ചോദ്യം എന്താണെന്നുള്ള അറിയാം. അല്ല, പണ്ട് പാടിയിരുന്ന പാട്ട് ഏതാണ്? പണ്ട് പണ്ട് നല്ലൊരു പാട്ട് പാടുമായിരുന്നു ഞാൻ. അല്ല, അത് പാട്ട് പാടുന്നതിൽ കൂടുതൽ ഞാൻ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുമായിരുന്നു. എന്നാലും താങ്കൾക്ക് ഇഷ്ടപ്പെടും, താങ്കൾ ഭാര്യയ്ക്ക് പാടിക്കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന പാട്ട്? ഇല്ല, അതൊന്നും ഇല്ല. ഇപ്പം സൗണ്ട് ഇല്ല, എല്ലാം പോയി. ഒരു 2 വരി മാജിക്കിൽ വന്നതിന് ശേഷം ഒരു വരി പാടിക്ക് കേൾക്കട്ടെ. അതല്ല, നല്ല എല്ലാവർക്കും നല്ല ഒരു ഞാൻ പാട്ട് പാടുന്നതോടുകൂടി അതൊരു നിങ്ങളുടെ നല്ല എന്തെങ്കിലും മനസ്സിൽ നല്ലൊരു ഇമേജ് എന്നെ പറ്റി ഉള്ളതോട് പോയി കിട്ടും. അത് കാരണം അത് വേണ്ട. താങ്കളെ കുറിച്ചുള്ള ഇമേജ് ഒരു കാരണവശാലും പോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ താങ്കൾക്ക് സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ഞാൻ മ്യൂസിഷ്യനാണ്. ബേസിക്കലി ഞാനൊരു ഏത് ഇൻസ്ട്രുമെന്റാണ് താങ്കൾ പ്ലേ ചെയ്യുന്നത്? ഞാൻ അക്കോർഡിയൻ പ്ലേ ചെയ്യും, കീബോർഡ് പ്ലേ ചെയ്യുമായിരുന്നു, ഫ്ലൂട്ട്, മൗത്ത് ഓർഗൻ, ഇതെല്ലാം പ്ലേ ചെയ്യുമായിരുന്നു ഒരു കാലത്ത്. പിന്നീടാണ് മാജിക്കിലേക്ക് വന്നത്. മാജിക്കിലേക്ക് വന്നപ്പോൾ ഈ എല്ലാം നമ്മൾ ഒരേ സമയത്ത് ചെയ്യുന്നതിൽ താല്പര്യമല്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് എൻ്റെ ജീവിതം മാജിക് ആണെന്നുള്ളത്. അപ്പോൾ മാജിക്കിലേക്ക് കയറി മറ്റേത് വിട്ടു. ഒന്നും അറിയില്ല, കംപ്ലീറ്റ് മാറിയത്. സംഗീതം താങ്കളുടെ ഉള്ളിലുണ്ട്. യെസ്. ഇപ്പം ചില പ്രോഗ്രാമിൽ തന്നെ ഞാൻ ശ്രീ മാർക്കോസ് പാടിയ പാട്ടിട്ടിട്ടുണ്ട്. ചില പ്രോഗ്രാം മദർ തെരേസ ഉയർത്തെഴുന്നേൽക്കുക, ഈ സമയത്തൊക്കെ മാർക്കോസിൻ്റെ പാട്ടൊക്കെ പാടാറ്. അതെ, നല്ല അതുകൊണ്ട് ഒരാൾ സമാനമായിട്ടൊരു ചോദ്യമായിട്ട് വരുന്നത് നോക്കാം. ഒരാളെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എറണാകുളത്തിൻ്റെ ഏത് ഭാഗത്ത് സാമ്രാജ്യത്തിൻ്റെ പ്രോഗ്രാം വന്നാലും എന്നെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് മാജിക് പണ്ടേ മുതൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സാമ്രാജ്യേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മാജിക് ഷോയുകളിൽ മദർ തെരേസയെ ഉയർപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ പാട്ടിൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള ഹിറ്റ് പാട്ടുകളുടെ മ്യൂസിക് സാമ്രാജ്യേട്ടൻ ഉപയോഗിച്ചതായിട്ടും ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അപ്പോഴൊക്കെ. ഇത്ര ലോക പ്രശസ്തി നേടിയ മജീഷ്യൻ സാമ്രാജ്യനെ പോലെ ഒരു വ്യക്തി എന്നെപ്പോലെ ഒരു എളിയ കലാകാരൻ്റെ പാട്ടുകൾ അതിൻ്റെ മ്യൂസിക് ഉപയോഗിക്കുന്നു എന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പാട്ടൊരു അനിവാര്യതയാണല്ലേ? ആണോ? അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ മ്യൂസിക് ഉപയോഗിക്കുന്നു എന്നല്ല. ശരിക്കും വേറെ ഒരു ആണ്. അദ്ദേഹം നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അല്ലേ പറഞ്ഞേനെ എൻ്റെ മ്യൂസിക് അദ്ദേഹം അടിച്ചു മാറ്റിയെന്നേ പറയുന്നുള്ളൂ. ശരിയല്ലേ? അതിനുള്ള ചില്ലറയ്ക്ക് തരണം പറഞ്ഞു. അത് എത്രയോ ക്രിസ്തീയ ഗാനങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് പീറ്റർ ചേരാനല്ലൂർ. അതായത് ഞാൻ മദർ തെരേസ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ട്, അതിൻ്റെ കോറസ് ഒക്കെ ഞാൻ ഉപയോഗിക്കും. വനം പാടി പാടുന്നൊരെന്നുള്ളം എന്നൊരു പാട്ടുണ്ടേ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ. എനിക്ക് അത് എപ്പോഴും ആ സ്റ്റേജിൽ ആ പ്രോഗ്രാം മദർ തെരേസ ഇങ്ങനെ അല്ലെ മാലാഖമാരിങ്ങനെ പാടുന്ന അല്ലെ പറക്കുന്ന രീതിയിലൊക്കെ വരുന്നപ്പം ഈ പാട്ട് അത് എൻ്റെ എന്തോ എനിക്ക് അന്നേരം ഉണ്ടാകുന്ന സത്യം ഉണ്ടാകുന്നത്. അത് ഇന്നും അദ്ദേഹത്തിൻ്റെ നിരവധി പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ് പാട്ടുകളാണ്. വരട്ടെ ഒരാളും കൂടി. നമസ്കാരം ബ്രിട്ടാസ് ജി, സാമ്രാജ്ജി നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ മജീഷ്യന്മാരിൽ ഒരാളാണ് താങ്കൾ. ഈ മാജിക് എന്ന് പറയുന്നത് ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ട, ഒരു അത്ഭുതത്തിൻ്റെ പരിവേഷം ഇങ്ങനെ സൃഷ്ടിച്ച് ഒരു നിഗൂഢത കാത്തു സൂക്ഷിക്കേണ്ട അങ്ങനെ ഒരു കലാരൂപമല്ലേ? അതോ അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം ഇതിന് ആവശ്യമില്ലേ? താങ്കൾ ഈ ഒരു കലാരൂപത്തെ, ഇതൊരു കലയാണല്ലോ, കലാരൂപമായിട്ടാണല്ലോ താങ്കൾ ഇതിനെ സമീപിക്കുന്നത്. ഇത് കൂടുതൽ ജനകീയമാക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ കൂടുതൽ സിനിമാ താരങ്ങളെയൊക്കെ ഇത് പരിശീലിപ്പിക്കാനും അവർ കൂടുതൽ സ്റ്റേജ് ഷോകളിലൊക്കെ ഇത് അവതരിപ്പിച്ച് കൂടുതൽ ജനകീയമാക്കാനും ഒക്കെ താങ്കൾക്ക് താല്പര്യമുണ്ടോ? മുമ്പ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാൽ ഒരു ഫയർ എസ്കേപ്പ് ആക്ട്, മാജിക്കിൻ്റെ ഏറ്റവും വലിയൊരു സാഹസിക പ്രകടനമാണത്, അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ വലിയ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അന്നൊരു പ്രതിഷേധത്തിന് താങ്കൾ മുതിർന്നത്? ഞാൻ ചോദിച്ച വളരെ മർമ്മപ്രധാനമായിട്ടുള്ള 2 ഭാഗമുണ്ട്. ഒന്ന്, ഒരുപാട് മാന്ത്രിക വിദ്യകളുടെ നാടായിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. അതിൽ പല ആൾക്കാരും ആ മാന്ത്രിക വിദ്യ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അല്പം മാജിക് കൈവശമുള്ളവൻ ഒരു അവതാര പുരുഷനായിട്ട് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 2,
ഒരു നിഗൂഢത അല്ലെങ്കിൽ ഒരു സീക്രസി ഈ മാജിക്കിന് വേണോ? എന്താ താങ്കളുടെ അഭിപ്രായം? തീർത്തും ഒരു മജിഷ്യനാകാൻ എന്ത് ക്വാളിറ്റി വേണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം ഞാൻ പറയുന്നത് ഇതിൻ്റെ രഹസ്യം കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് വേണമെന്നുള്ളതാണ്. പുറത്തുവിടാൻ പാടില്ല. അതിൻ്റെ അർത്ഥം. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സാമ്രാജ്യനെ പോലുള്ള ആൾക്കാർ എങ്ങനെ മാജിക്കിൽ അല്ലെ മജീഷ്യന്മാരായി? ഒരാൾ ഇതിൻ്റെ രഹസ്യവിദ്യ അതിൻ്റെ എല്ലാം സീക്രട്ട് പറഞ്ഞു തന്നിട്ടല്ലേ ഇത് ചെയ്തെന്നുള്ളത്. ഞാൻ പറയുന്നത്, ഒന്ന്, അനാവശ്യമായിട്ട് ഇതിൻ്റെ രഹസ്യം മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കരുത്, ആവശ്യമില്ലാതിരിക്കാൻ. പക്ഷേ ഓർക്കുക, അണ്ടർലൈൻ ചെയ്തോളുക, അർഹതയുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക. ഇത് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു സ്കൂളോ കോളേജോ ഒക്കെ തുടങ്ങിയിട്ട് കാണുന്നവരെല്ലാം, അതായത് പൈസ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കാവുന്ന രീതി എത്തിയാൽ ഇതിൻ്റെ മിസ്റ്ററി ഇല്ലാതാകും. മുതുകാടൊക്കെ പലരെയും പഠിപ്പിക്കുന്നു പല മാജിക്. മുതുകാട് മാത്രമല്ല, മുതുകാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ ഇന്ന് എൻ്റെ അറിവ് ശരിയെങ്കിൽ കേരളത്തിലൊരു 100ഓളം സ്കൂളുകളുണ്ട്. താങ്കൾ ആരെയും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അർഹരായ ഒരു 3 പേരെയും പഠിപ്പിക്കുന്നുണ്ട്. അതേ ഉള്ളൂ. താങ്കളുടെ മക്കളെ പഠിപ്പിച്ചോ? മക്കൾക്ക് അറിയാം. കാരണം മക്കൾക്ക് താങ്കളുടെ ഒരു പിൻഗാമികളാകാൻ താല്പര്യമുണ്ടോ? ഇപ്പോൾ അവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു റിലക്റ്റൻസ്, മടിയോടുകൂടി അവർ നിൽക്കുന്നു. പക്ഷെ അവർക്ക് ഈ രഹസ്യങ്ങൾ അറിയാം. കാരണം ചെറുപ്പത്തിൽ മുതൽ അവർ കണ്ടു വളരുന്നതാണ്. പിന്നെ അവർ ഇന്നലെ നാളെ ഈ ഫീൽഡിലേക്ക് വന്നേക്കാം. ഇപ്പോഴില്ല. അവർ ഭയക്കുന്നു. അവരെപ്പോഴും ഈ താരതമ്യപ്പെടുത്തുന്നത് പപ്പായയാണ്. അവർ ചില കാര്യങ്ങൾ ചെയ്തിട്ട് പറയും, ഓ പപ്പായോളം പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് രണ്ട് സ്റ്റൈലാണ്, നിങ്ങൾ ചെയ്യും. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ അവർ വന്നേക്കാം, വരണമെങ്കിൽ പറ്റും. പക്ഷേ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇല്ല. അവർക്ക് കഴിവുള്ളവരാണേ വന്നോട്ടെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. പ്രൊഫസർ വാഴക്കുന്ന് നമ്പൂരി, മാന്ത്രിക മുത്തശ്ശൻ, ഇദ്ദേഹത്തിന് പല ശിഷ്യഗണങ്ങളുണ്ട്. മാജിക് പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നില്ല. അദ്ദേഹം കുറഞ്ഞൊരു 10 പ്രാവശ്യം നടത്തിക്കും. 10 പ്രാവശ്യം, അതൊരു 2-3 വർഷം അവരെടുക്കും, നടത്തിക്കും. 10 കഴിഞ്ഞ് 11ാമത്തെ പ്രാവശ്യം അവർ വന്നാൽ അദ്ദേഹം പറയും, യു ആർ ഡിസേർവിങ് ഫോർ ദാറ്റ്, ബാ ഇവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പഠിപ്പിക്കും. അങ്ങനെയുള്ള വിരലിലുണ്ടാവുന്ന ചുരുക്കം ചില മാന്ത്രികർ ഇന്ന് കേരളത്തിലുണ്ട്. അവരെല്ലാം അറിയപ്പെടുന്നവരുമാണ്. അല്ലാതെ വഴിയിൽ പോയി അവിടെ നിൽക്കുന്നവർ ഇവിടെ നിൽക്കുന്നവർ, അല്ലെ ഈ മിസ്റ്ററി കണ്ടിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ മാജിക് പഠിക്കണമെന്ന് പറഞ്ഞാൽ, അവരാരും ഇത് പഠിച്ച് കൊണ്ടുപോയി രഹസ്യം കൊണ്ടുപോവുക. അതായത് പഠിച്ചെന്ന് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, രഹസ്യം കൊണ്ടുപോയെന്ന് പറയാൻ പറ്റും, പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇവരാരും മജീഷ്യൻസ് ആവുന്നില്ല. കാരണം 100 കണക്കിന് സ്കൂളുകളിൽ നിന്ന് ഓരോ വർഷം എത്രമാത്രം ആൾക്കാർ പഠിച്ചിറങ്ങുന്നു, എത്ര പേര് അറിയപ്പെടുന്ന മാന്ത്രികരുണ്ട്, എത്ര പേര് പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കണം. ദാറ്റ് മീൻസ് ഇത് വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് മണിയാണ്. ഇത് അങ്ങനെ ആർക്കും പറ്റില്ല. ഇൻബോൺ ദൈവം സാക്ഷാൽ ചിന്തിക്കണം, നീ ആവണം. അങ്ങനെ ഇൻബോൺ കഴിവുള്ളവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ ഷൈൻ പറ്റുന്നു. മജീഷ്യൻ സാമ്രാജിൻ്റെ പല പ്രോഗ്രാം ഞാൻ നേരിൽ കാണുകയും അതേപോലെ തന്നെ TV-യിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരതൻ എഫക്റ്റ് എന്ന അനിൽദാസ് സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു നല്ലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ഒരു ആദിവാസി മൂപ്പൻ കുറേ ഒരു കുമിള് വെച്ചിട്ട് ചില മാജിക് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അനിൽദാസിൻ്റെ അടുത്ത് പറഞ്ഞ്, ഈ വേഷം ചെയ്യാൻ ഇങ്ങനെ ഒരാളുണ്ട്, സാമ്രാജ്യം എന്നാണ് പേര്, ഒരു മജീഷ്യനാണ്. അപ്പോൾ പുള്ളിയെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വേഷം ചെയ്യിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വരികയും, അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഒരു ബുൽഗാൻ താടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും നമുക്ക് പറ്റില്ല, അപ്പോൾ അത് ഷേവ് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയും, അങ്ങനെ അതിൽ കുറേ മാജിക് ഉണ്ട്. കാരണം ഈ പന്ത് അന്തരീക്ഷത്തിൽ നിർത്തുന്ന അങ്ങനെ കുറേ മാജിക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ട് സീൻ ഞങ്ങൾ ചാലക്കുടിയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അതിൽ വന്നിട്ട് അഭിനയിക്കും. ആദ്യമായിട്ട് സിനിമയിൽ ഒരു നല്ലൊരു വേഷം ചെയ്യും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി. കാരണം അടുത്ത ദിവസം തന്നെ പുള്ളി ദുബായിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ദുബായിൽ ഒരു പ്രോഗ്രാമായിട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ നേരിട്ട് പോവുകയാണ്. അപ്പോൾ ദുബായിൽ പോകുമ്പോഴത്തേക്ക് പുള്ളി അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രൂപം തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പ് മാൻ എന്ത് ചെയ്താൽ ഒരു താടി പ്രത്യേകം ഉണ്ടാക്കി അത് ഫിറ്റ് ചെയ്തിട്ടാണ് വിട്ടുക. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ അവസാനം മഴയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയോ അവസാനം എയർപോർട്ടിലെത്തി. അങ്ങനെ ദുബായ് എയർപോർട്ടിൽ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ദുബായ് എയർപോർട്ടിൽ അവർ നോക്കിയപ്പോഴത്തേക്ക്, പാസ്പോർട്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു വെപ്പ് താടിയായിട്ട്, കാരണം താടി സ്വല്പം ഇളകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെപ്പ് താടിയായിട്ട് അദ്ദേഹത്തിനെ അവിടെ തടഞ്ഞു വെച്ച്
പിന്നീടാണ് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ താടി എടുത്തതാണ്. അപ്പോൾ മജീഷ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ഒന്ന് രണ്ട് മാജിക്ക് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഒന്ന് രണ്ട് മാജിക്ക് ചെയ്ത് പിന്നെ അവർ അവിടുന്ന് കടത്തിവിട്ടെന്നാണ് പറഞ്ഞത്. ഈ വലിയ മനുഷ്യനാണ്, ക്യാമറമാനാണ്, പണ്ടത്തെ ഏറ്റവും വലിയ ക്യാമറമാനല്ലേ ഇദ്ദേഹമാണ് എന്നെ ആദ്യം ഒരു ഫിലിമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിശയം വരുന്നത് ഞാൻ ഫിലിമിൽ ആക്ട് ചെയ്തോണ്ടല്ലേ, ഞാൻ ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസൊക്കെ അതൊരു മാജിക് ആയിരുന്നു, എനിക്കറിയില്ല. ഞാൻ ഡാൻസും കളിക്കും, പക്ഷെ അവര് പറഞ്ഞു ഞാനും കളിച്ചു. ഈ ചിത്രം കണ്ടിട്ട് ഭാര്യ എന്ന് പറഞ്ഞു. ഭാര്യ ഞെട്ടി എന്ന് വേണം പറയാൻ. ഇനിയും ഇതുപോലുള്ള പരിപാടികൾക്ക് പോകണമെന്ന് പറഞ്ഞോ? പോകണ്ടെന്നാ പറഞ്ഞത്. അതല്ല, എനിക്കൊരു അവസരം തന്നത് ചന്ദ്രബാബു സാറാണ്. വരട്ടെ. നമസ്കാരം സാമ്രാജെ. എനിക്ക് വളരെ അത്ഭുതമായി തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സാമ്രാജ്യം ഒരിക്കൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലും അതുപോലെ ഞങ്ങളുടെ ചികിത്സയിലിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു തുക പോലും കൈപ്പറ്റാതെ പരിപാടി നടത്തിയത് ഞാനിപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തിരക്കേറിയ ജീവിതത്തിനിടയിലും ഇങ്ങനെ പരിപാടികൾക്ക് പോകാനുള്ള സാമ്രാജ്യൻ്റെ മനോവികാരം അല്ലെങ്കിൽ ചേതോവികാരം എന്താണ് എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സാമ്രാജ് വളരെ പ്രശസ്തരായിട്ടുള്ള ജനങ്ങളുടെ സ്പന്ദനം ഏറ്റുവാങ്ങുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ വി പി ഗംഗാധരൻ. അദ്ദേഹത്തിന്റെ മനസ്സിനെ പോലും താങ്കൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് മാജിക്കിലൂടെയല്ല. അദ്ദേഹം ഞാനോട് കമ്പയർ ചെയ്യാൻ പറ്റും സർക്ക്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുകയാണ്. അദ്ദേഹം ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ പോലും പറ്റില്ല. രാത്രി 11-12 വരെയാണ് OP അദ്ദേഹം ഇരിക്കുന്നത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി. അത്രയും വലിയൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതോ ചെയ്യുന്നുള്ള. എന്താ ചെയ്യുക? പക്ഷെ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ വേണം അല്ലേ ഒരു കലാകാരനാണെങ്കിൽ? നല്ലത്, അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ മാജിക് തെറാപ്പി എന്നൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും എനിക്ക് പറ്റുന്നില്ല, സമയം കിട്ടുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇനിയും ഇതിനൊക്കെ ശേഷം എനിക്ക് വീണിട്ട് സമയം കൂടുതൽ കിട്ടുമ്പോൾ രോഗശമനത്തിന് അത് ഉപകരിക്കുമോ? തീർച്ചയായിട്ടും. അത് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു മനസ്സിൻ്റെ ഒരു സൂത്തിങ് എഫക്റ്റ് ആണ്. യെസ്, മനസ്സിനൊരു സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് മാജിക് തെറാപ്പിയിലൂടെ. അതായത് ഒത്തിരി എഫക്റ്റീവ് ആണ് ഡോക്ടർ. അതെ. അപ്പോൾ ഇതിൽ മ്യൂസിക് തെറാപ്പി എന്ന് പറയുമ്പോൾ മ്യൂസിക് മാത്രം, ഇത് മാജിക് എന്ന് വെച്ചാൽ വിസ്മയങ്ങളുണ്ട്. മ്യൂസിക് കൊണ്ട് വിസ്മയമുണ്ട്. ഇതല്ല എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്തുകൂടാ എന്ന് എൻ്റെ ഒരു ഐഡിയ വന്നപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് സംസാരിച്ചു. ഗംഗാൻ ഡോക്ടർ സംസാരിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഗംഗാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ആശയമുണ്ട്, ചെയ്തുകൂടെ? സാമ്രാജ് എത്രയും വേഗം വരാൻ പറഞ്ഞു, ഫോണിൽ പറഞ്ഞു. എത്രയും വേഗം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. ഇപ്പോൾ ലേക്ഷർ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം അതിനുള്ള വേദിയൊക്കെ തരാറുണ്ട്. ഇപ്പം കൊച്ചുകുട്ടികൾ, നമ്മൾക്ക് വലിയവർക്ക് വേണ്ടിയല്ല, കൊച്ചു പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി. എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഞാനവിടെ ചെന്ന് മജീഷ്യനായി ഈ കോസ്റ്റ്യൂമിലൊക്കെ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എഴുന്നേറ്റിരുന്ന് ഭയങ്കര ഇല്ല. നോക്കുക, ഈ അതായത് മുട്ടയൊക്കെ അടിച്ച് അതായത് ഈ തലമുടി ഷേവൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളിങ്ങനെ കൊച്ചു കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ വിഷമം തോന്നും. അതിനുപരി അവർ ഈ പേരൻസിൻ്റെ വിഷമങ്ങൾ, ഇങ്ങനെയുള്ള ഒരു റൂമിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ക്യാൻസർ ബാധിച്ച് അവർക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മളവിടെ ചെല്ലുന്ന ഞാൻ ഇരുന്നിട്ട് കസേരയിട്ടിരുന്നു. മോൾ ഹായ്, എന്തുകൊണ്ട് വിശേഷം? നമ്മളൊരു മാജിക് കാണിക്കട്ടെ. അവർക്ക് താല്പര്യമില്ല. ഇവിടെ പിന്നെ പതുക്കെ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തുവാലെടുക്കുക, അല്ലെങ്കിൽ ബോൾ എടുക്കുക, ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ്, ചെറിയ ചെറിയ ഐറ്റംസ് കാണിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ കിടന്നോണ്ട് ഇങ്ങനെ നോക്കി അവർക്ക് താല്പര്യം തോന്നി. അവർക്ക് എന്തോ ഒരു വിസ്മയം അവരുടെ മുഖത്ത് തോന്നുന്നു. അവർ എഴുന്നേറ്റിരുന്നിട്ട് അവർ ഇൻട്രാക്ഷൻ ചോദിക്കുക, അതെല്ലാം ഇതൊക്കെ ആയിട്ട് പിന്നെ അവരുടെ മുമ്പ് വെച്ച് ഞാനിതിൻ്റെ ഈ മാജിക് ട്രിക്സാണ് കാണിച്ചു കൊടുക്കുന്നത്. ചെറിയ ട്രിക്കുകൾ, അങ്ങനെ ടോയ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തത് എല്ലാവർക്കും കൊടുത്തേച്ച് അവരെ പഠിപ്പിച്ചിട്ട് പോരും. പക്ഷെ പിന്നെ അവർ എഴുന്നേറ്റിരുന്നിട്ട് പഠിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവരിൽ ഭയങ്കര വ്യത്യാസങ്ങളാണെന്ന് ഡോക്ടർ പറയുന്നു. അത് മാത്രമല്ല, ഇവരിലുള്ള വ്യത്യാസം കാണുമ്പോൾ പേരൻസ് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടിരിക്കുന്ന പേരൻസിലുള്ള ആ വ്യത്യാസങ്ങൾ. കാരണം മാസങ്ങളായിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കണം. അങ്ങനെ കിടക്കുന്ന കുട്ടികൾക്കൊരു ഉല്ലാസവും ഇല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷവും ഇല്ലാതെ അവരിങ്ങനെ കിടക്കുന്ന. സാമ്രാജ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു മനുഷ്യ നിലയിൽ സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്നൊരു ഘടകം. അതായത് കലയ്ക്ക് സമൂഹത്തെ ഉദ്ധരിക്കാനും സമൂഹത്തിന് വേണ്ടി ചെറുത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. താങ്കൾ ഈ പറഞ്ഞ ഈ ട്രൂപ്പുമായിട്ട് പൈസ ഇടുന്നതിനിടയിൽ
ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ കൂടി കൂടുതൽ ചെയ്യാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നുള്ള ഒരാഗ്രഹം. ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കളുടെ ഒരു കിടിലൻ നമ്പർ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നമ്പറോട് കൂടിയിട്ട് നമ്മൾ ഈ സവിശേഷമായിട്ട് JB ജംഗ്ഷൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു അവസരത്തിൽ താങ്കളെ ഈ കസേരയിൽ കാണണമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സന്തോഷം സർ. വിത്ത് യുവർ പെർമിഷൻ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ദാറ്റ് ഹൈറ്റ്. ഓക്കെ. മാന്ത്രികർ എന്ന് കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലൂടെ കടന്നു വരുന്നത് ചങ്ങലകളും താഴികളും ഭേദിച്ചു വരുന്ന അമാനുഷിക ശക്തികൾ എന്നൊക്കെയാണല്ലോ. അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുന്നവരും കരിങ്കൽ ഭിത്തിയിലൂടെ തുളച്ചിറങ്ങി വരുന്ന മാന്ത്രികരും കുറവല്ല. ലോക പ്രശസ്തനായ ഡേവിഡ് കോപ്പർഫീൽഡ് ഒരിക്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പടുകൂറ്റൻ പ്രൊപ്പല്ലറിലൂടെ തുളച്ചിറങ്ങി ലോകശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇതേ ഇനം ഒട്ടനവധി പുതുമകളോടെ സാമ്രാജ് വേൾഡ് ഓഫ് മാജിക് ഇവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ശ്രദ്ധിക്കുക. Ladies and gentlemen, this is the voice of Hypno Blast. In the next half, we will take you with us to the wonderful world of illusion, meditation, spirits, music. Turn off all the lights. More slowly, slowly, slowly. And let rhythm will be your guidance light. Come to the world of hypnosis and mystery. 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 Ladies and gentlemen, the first time in the history of Indian magic, Samraj World of Magic proudly presents our exclusive item, Magician through the Giant Propeller. Yes, this way, come on. Come on, yes. Well done. Hello, sir. Thank you very much. വീണ്ടും വീണ്ടും പല നമ്പറുകളുമായി സാമ്രാജ് രംഗത്ത് വരുന്നതാണ് എന്ന്